പോകുന്നു. ചെന്നൈയെ നടുക്കി ബലാത്സംഗം. അണ്ണാ സർവകലാശാല ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥിനി പീഡനത്തിനിരയായി. പള്ളിയിൽ പോയി മടങ്ങി വരവെ അജ്ഞാതരായ രണ്ടുപേർ ചേർന്ന് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി. ഒപ്പമുണ്ടായിരുന്ന ആൺ സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതി. പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഗോവി ചെഴിയനും അറിയിച്ചിട്ടുണ്ട്. പരാതി അന്വേഷിക്കാൻ സർവകലാശാലയും പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചു. കിരൺ ബാബു ചേരുന്നു. കിരൺ, തമിഴ്നാട്ടിൽ ഒരുപക്ഷെ വലിയ ചർച്ചയാവാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഉണ്ടാവുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത് എന്താണ്? സജിത്ത, അത്യന്തം ഖേദകരവും ദുഃഖകരവുമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് അണ്ണാ സർവകലാശാലയുടെ ക്യാമ്പസിൽ വെച്ച് ഇത്തരത്തിൽ പെൺകുട്ടിക്ക് ലൈംഗികമായ പീഡനത്തിന് ഇരയാകേണ്ടി വന്നത്. ഈ പെൺകുട്ടിയും രണ്ടാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയാണ്. നാലാം സെമസ്റ്ററിൽ പഠിക്കുന്ന മറ്റൊരു സീനിയർ വിദ്യാർത്ഥിയുമായി ഇന്നലെ രാത്രി പള്ളിയിൽ പോയിരുന്നു. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി പള്ളിയിൽ പോയിരുന്നു. പള്ളിയിൽ പോയിട്ട് മടങ്ങി വരുന്ന വഴിക്ക് യൂണിവേഴ്സിറ്റിക്കുള്ളിൽ വെച്ച്, അതിന്റെ ഉള്ളിൽ തന്നെ വിശാലമായ ക്യാമ്പസാണ്, അതിനുള്ളിൽ കാട് പിടിച്ച ചില ഭാഗങ്ങളുണ്ട്. അവിടെ വെച്ച് രണ്ട് പുരുഷന്മാർ ഇവരെ സമീപിച്ച് ഈ പെൺകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കി. അതിനുശേഷം പെൺകുട്ടിയെ മർദ്ദിച്ച ശേഷം അവരെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നാണ് പെൺകുട്ടി പരാതി പറയുന്നത്. പോലീസ് എത്തി പരിശോധന നടത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇന്നലെ രാത്രിയിലാണ് ഈ ക്രിസ്മസ് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് മടങ്ങി വരുന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടായത്. പെൺകുട്ടി ഇന്ന് പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രതികളെ സംബന്ധിച്ച് ഇതുവരെയും സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പസിലേക്ക് ഏത് വഴിക്കൂടിയാണ് ഇവർ കടന്നു വന്നത്, ക്യാമ്പസിലെ വിദ്യാർത്ഥികളല്ല പുറത്തു നിന്നുള്ളവരാണ് ഇങ്ങനെ കടന്നു വന്നത് എന്നാണ് പ്രധാനമായും പോലീസ് കരുതുന്നത്. അവരെ സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇതുവരെയും ലഭ്യമായിട്ടില്ല. പക്ഷേ ക്യാമ്പസിനടുത്ത CCTV ദൃശ്യങ്ങളും ക്യാമ്പസിനുള്ളിലുള്ള CCTV ഒക്കെ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ കാര്യമായ പ്രശ്നങ്ങളില്ല. പക്ഷേ പെൺകുട്ടി വൈദ്യപരിശോധനയ്ക്ക് വിധേയമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പെൺകുട്ടിയുടെ പരാതി അടക്കം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ വഴിക്കുമുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കിരൺ, സ്വാഭാവികമായും ഇത് രാഷ്ട്രീയപരമായ വിവാദത്തിന് കൂടി സാധ്യതയുണ്ടല്ലോ. കാരണം BJP അടക്കം ഇത് വലിയ വിഷയമായി തമിഴ്നാട്ടിൽ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് സർക്കാരിന്റെയും ഒപ്പം പ്രതിപക്ഷത്തിന്റെയും ഒക്കെ നീക്കം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സജിത്ത്, സ്വാഭാവികമായും ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കൊക്കെ പ്രതിഷേധങ്ങളിലേക്കൊക്കെ നീങ്ങാൻ സാധ്യതയുള്ളതാണ്. കാരണം ഒരു ക്യാമ്പസിനുള്ളിൽ വെച്ചാണ് ആ ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥിനി ക്രൂരമായ രീതിയിൽ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നത്. അത് ക്യാമ്പസിനുള്ളിൽ പോലും വിദ്യാർത്ഥികൾക്ക് സുരക്ഷയില്ല, അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾക്ക് സുരക്ഷയില്ല എന്ന് വരുന്നത് സ്വാഭാവികമായും അത് ആ ക്യാമ്പസിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഭരണകൂടത്തിന്റെ കൂടി ഉത്തരവാദിത്തമായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വലിയ തോതിൽ തന്നെ ജനവികാരം സർക്കാരിനെതിരെ, ഈ സംഭവത്തിനെതിരെയുള്ള രോഷമൊക്കെ ഉയരുക സ്വാഭാവികമാണ്. ഒരു പെൺകുട്ടിയുടെ ഈ തരത്തിൽ ആക്രമിക്കപ്പെടുക, അല്ലെങ്കിൽ ഒരാൾ നേരിടേണ്ടി വരുന്നതിൽ ഏറ്റവും ക്രൂരമായ തരത്തിലുള്ള ഒരു ആക്രമണം കൂടിയാണ്. അങ്ങനെ ഒരു പെൺകുട്ടി ഇരയാകേണ്ടി വരുന്നത് അവർ ഏറ്റവും സുരക്ഷിതം എന്ന് കരുതുന്ന ക്യാമ്പസിനുള്ളിൽ വെച്ച് തന്നെയാണ്. അവിടെ വെച്ച് ഇങ്ങനെ അജ്ഞാതരായ രണ്ടുപേർ കടന്നു കയറുകയും കൂടെ ഉണ്ടായിരുന്നു, ഒരു ആൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു. ആ ആൺകുട്ടിയെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷമാണ് പെൺകുട്ടിയെ ഈ തരത്തിലേക്ക് അവർ ആക്രമിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധവും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. സർക്കാരിന് ഇനി ഏറ്റവും ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും അടിയന്തരമായി തന്നെ ആരാണോ ഇതിൽ പ്രതികളായിരിക്കുന്നത് അവരെ കണ്ടെത്തുക, അവരെ നിയമത്തിന് മുന്നിലെത്തിക്കുക എന്നത് മാത്രമാണ്. അല്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് സാധ്യത. അത് വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം യൂണിവേഴ്സിറ്റിയും പ്രത്യേക ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് വിഷയം പരിശോധിക്കുകയാണ്.